പാവനമാമീ നോമ്പെങ്ങനെ നോൽക്കണമെന്ന ദർശകനാമേശായ നമ്മോടു ഘോഷിപ്പൂ. ഉൾക്കാമ്പി അന്യായത്തിൻ കെട്ടുകൾ നീക്കി പരവഞ്ചനയുടെ പാശത്തെ മുറ്റും ഛേദിക്കാം. പാവങ്ങൾക്കപ്പം നൽകിടുക, പരദേശിക്കാശ്രയമേകിടുക. നാഥൻ നിൻ വിളി കേട്ടിടും, നിന്മേൽ കൃപ ചെയ്യും. ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പിലെ രണ്ടാമത്തെ ബുധനാഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണല്ലോ. ഒരു കഥയിലൂടെ നമുക്കിന്ന് ചിന്തിക്കാം. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനെ സമീപിച്ച് സങ്കടമുണർത്തിച്ചു. ഗുരു, മറ്റു ശിഷ്യന്മാരെ പോലെ ദൈവദർശനം പ്രാപിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഗുരു തലയാട്ടി. ശിഷ്യൻ തുടർന്നു, മറ്റു ശിഷ്യന്മാരെ പോലെ ക്ഷമയും ശാന്തതയും എനിക്കില്ല. വീണ്ടും ഗുരു തലകുലുക്കി. എന്നെ മാത്രം അനുഗ്രഹിക്കാത്ത ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എനിക്കിനി താല്പര്യമില്ല. അതിനാൽ ഞാൻ ഈ ആശ്രമം വിട്ടു പോവുകയാണ്. അതിനും ഗുരുവിൻ്റെ മറുപടി മൗനമായിരുന്നു. താമസിയാതെ ശിഷ്യൻ ആശ്രമം വിട്ടിറങ്ങി. അകലേക്ക് നടന്നു നീങ്ങുന്ന ശിഷ്യനെ നോക്കി ഗുരു വിളിച്ചു പറഞ്ഞു, ദൈവത്തിന് സ്തുതി. ഒന്നിനും കൊള്ളാത്തവനായ താൻ ആശ്രമം വിട്ടിറങ്ങിയതിലുള്ള ഗുരുവിൻ്റെ സന്തോഷമായിരിക്കും അതെന്ന് ശിഷ്യന് തോന്നി. അക്ഷമനായ ശിഷ്യൻ ഗുരുവിനെ ശപിച്ചുകൊണ്ട് കൂടുതൽ വേഗത്തിൽ നടന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു വലിയ ശബ്ദം. ഭയന്ന് വിറച്ച് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കണ്ടത് ഒരു നിമിഷം മുമ്പ് താൻ കടന്നു പോകുന്ന വഴിയിലേക്ക് ഒരു വൻ മരം കടപുഴകി വീണിരിക്കുന്നതാണ്. ദൈവമേ നന്ദി എന്ന് അറിയാതെ തന്നെ ശിഷ്യൻ്റെ അധരത്തിൽ നിന്നും ദൈവസ്തുതി ഉയർന്നു. ദൈവത്തെ മറന്ന് ഗുരുവിനെ ധിക്കരിച്ച് ആശ്രമം വിട്ടിറങ്ങിയതിൽ അയാൾ പശ്ചാത്തപിച്ചു. തിരികെ വന്ന് ഗുരുവിൻ്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. സ്നേഹത്തോടെ ഗുരു പറഞ്ഞു, മകനെ, വേണ്ടത് വേണ്ട സമയത്ത് നൽകുന്നവനാണ് ദൈവം. അതിനാൽ ഇല്ലായ്മയിലും ഉള്ള അവസ്ഥയിലും ദൈവത്തിന് സ്തുതിയും നന്ദിയും അർപ്പിക്കുക. ദുഃഖത്തോടും അക്ഷമയോടും കൂടി നീ ആശ്രമത്തിൻ്റെ പടിയിറങ്ങുമ്പോൾ നിന്റെ വഴികളെ കാത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ നിന്നും പക്ഷികൾ കൂട്ടത്തോടെ പറന്നുയർന്നപ്പോൾ ആ മരം വീഴാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി നിന്നെ അതിൽ നിന്നും ദൂരേക്ക് അകറ്റാൻ വേണ്ടി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചതാണ് ഞാൻ. ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് സ്വയം സ്തുതിച്ച് പാടുന്ന ലോകത്തിലാണല്ലോ നാം ഇന്ന് ജീവിക്കുന്നത്. ഓശാന പാടി സ്തുതിക്കുകയും ഏതാനും ദിവസങ്ങൾക്കപ്പുറം അവനെ ക്രൂശിക്കുക എന്ന മുറവിളി കൂട്ടുകയും ചെയ്തവരുടെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ദൈവത്തിന് സ്തുതി എന്നർത്ഥമുള്ള ഹല്ലേലൂയ എന്ന പദത്തെക്കുറിച്ചുള്ള ധ്യാനത്തിന് അർത്ഥം കൈവരുന്നത് അവിടെയാണ്. ദൈവത്തിന് നൽകേണ്ട മഹത്വവും സ്ഥാനവും വ്യക്തിപൂജയും സമ്പത്തിനും വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്ന വ്യക്തികളുടെ ലോകത്തിൽ ദൈവികതയുടെയും വിശ്വാസ ജീവിതത്തിൻ്റെയും തായ്വേരുകൾ ഇളക്കം തട്ടിയില്ലേ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കുടില് മുതൽ കൊട്ടാരം വരെ സ്വയം പുകഴ്ത്തലിൻ്റെ വിസ്മയ വിരുന്നൊരുക്കി സെൽഫി പ്രളയത്തിൽ ആറാടുമ്പോൾ നമ്മുടെ ആരാധനമൂർത്തി ആരാണ്? ദൈവമോ, വ്യക്തികളോ, അതോ ഞാൻ തന്നെയോ? ഇഷ്ടവിഭവങ്ങളെ ത്യജിക്കുന്ന പരിത്യാഗത്തിൻ്റെ ഒരു വശം നോമ്പിൻ്റെ ചൈതന്യത്തിൽ ഉൾക്കൊള്ളുന്നതിനാൽ സ്വയം സ്തുതിയുടെ സുഖമുപേക്ഷിച്ച് ദൈവസ്തുതിയുടെ ജീവിതത്തിലേക്കുള്ള ഒരു പരിവർത്തനമായി ഈ നോമ്പുകാലം പരിണമിക്കേണ്ടതാണ്. ദൈവം തന്നെ ആയിരുന്നിട്ടും ദൈവിക സമാനത കൈവെടിഞ്ഞ് യേശു സ്വന്തം മഹിമയ്ക്ക് വേണ്ടിയോ പുകഴ്ചയ്ക്ക് വേണ്ടിയോ ഒരിക്കലും പ്രവർത്തിച്ചില്ല. യേശുവിൻ്റെ രക്ഷാകര സംഭവങ്ങളിലൂടെ ഹല്ലേലൂയയുടെ ജീവിതത്തിലേക്ക് നടന്നു കയറിയവരുടെ നീണ്ട നിര നമുക്ക് മുന്നിലുണ്ട്. യേശുവിൻ്റെ കുരിശ് ചുമന്ന ശിമയോൻ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന യോഹന്നാൻ സ്ലീഹ, കുരിശിൻ്റെ വഴിയിൽ ധൈര്യം പകർന്ന് അങ്ങോളം കൂടെ നിന്ന പരിശുദ്ധ അമ്മ, സുഗന്ധക്കൂട്ടുമായി കല്ലറയിലേക്ക് ഓടിയ മഗ്ദലേന, ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച സ്ലീഹന്മാർ, തുടർന്ന് സഭയിൽ ഇങ്ങോളം എത്തി നിൽക്കുന്ന വിശുദ്ധന്മാരും രക്തസാക്ഷികളും, സത്യത്തിൽ സമരസഭയിലെ വിശ്വാസികളായ നാം എല്ലാവരും ഈ ഹല്ലേലൂയ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ സ്തുതിയുടെ ആരവങ്ങൾക്കൊടുവിൽ സ്വയം പകർത്തു നൽകിയ അപ്പമായവനെ നമ്മുടെ വിശ്വാസ ജീവിത കേന്ദ്രമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ഉയർപ്പിൻ്റെ ആനന്ദത്തിലേക്ക് ഹൃദയവാതായനങ്ങൾ നമുക്ക് തുറന്നു വയ്ക്കാം.
അനുദിന സഹനങ്ങളിലും വേദനകളിലും കടന്നുകൂടുന്ന പിറുപിറുപ്പിൻ്റെ ആത്മാവിനെ ദൂരെ അകറ്റി വേണ്ടത് വേണ്ട സമയത്ത് നൽകി വഴി നടത്തുന്ന ദൈവസ്നേഹത്തെ തിരിച്ചറിയാം. ദൈവസ്തുതിയുടെ കീർത്തനങ്ങൾ നമ്മളുടെ ഓരോ ശ്വാസനിശ്വാസത്തെയും സുഗന്ധപൂരിതമാക്കട്ടെ. അതിനായി ഒരു കരം ദൈവസ്തുതിയുടെ ഓടാമ്പലിലേക്കും മറുകരം ദൈവകരുണയുടെ കുരിശിൻ പടിയിലേക്കും നമുക്ക് ഉയർത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.